ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈദിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സ്പെഷ്യലായിട്ടുള്ള ഒരു മാംഗോ ക്രീം ബോക്സ് ആണ്. ക്രീമായിട്ട് മാംഗോൻ്റെ ക്രീമൊക്കെ വെച്ചിട്ടുണ്ടാക്കിയൊരു പപ്സിൻ്റെ ഒരു ബോക്സാണ്. അപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മാങ്ങയാണ് വേണ്ടത്. ഞാനിപ്പോൾ 2 പഴുത്ത മാങ്ങ എടുത്തത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഈ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് എത്ര മധുരമാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ പഞ്ചസാര. ഞാനിപ്പോൾ അത്രയാണ് ഇട്ട് കൊടുത്തത്. നല്ല മധുരം വേണ്ടിയവർക്ക് കുറച്ചുകൂടിയൊക്കെ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നമ്മളിത് ഒന്ന് വേവിച്ചെടുക്കട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക, കരിഞ്ഞു പോവരുത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ആ മാംഗോ ഒക്കെ ഒന്ന് അലിഞ്ഞ് വരണം, അലിഞ്ഞ ക്രീം പോലെ കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്രീം കൂടി ആഡ് ചെയ്യാണ്ട് മാങ്ങ നന്നായിട്ട് വെന്തതിന് ശേഷം നിങ്ങൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്രീം ആഡ് ചെയ്ത് കൊടുക്കട്ടോ. 2 ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി നന്നായിട്ട് ഉടച്ചെടുക്കുക. മാങ്ങോൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചിട്ട് ക്രീം പോലെ ആക്കിയെടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മൾ മാംഗോൻ്റെ ക്രീം റെഡിയായി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരക്ക് പകരം കണ്ടൻസ് മിൽക്ക് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതാ നമ്മളെ മാംഗോൻ്റെ ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കുക ക്രീം. ഇനി നമുക്ക് വേണ്ടത് നമ്മളെ എഗ് പപ്സൊക്കെ ഉണ്ടാക്കുന്ന പപ്സിൻ്റെ ഷീറ്റില്ലേ, അതെടുക്കുക. നമ്മളിതാ ഇങ്ങനെ ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കാനാണ്. ഞാൻ ഇതാ കത്തി വെച്ചിട്ട് 2 സൈഡിലും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതേപോലെ ആ സൈഡിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്യുന്ന ഒരു ഭാഗം കട്ട് ചെയ്തിട്ടോ. നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്ന് മറച്ച് വെക്കാനുള്ളതാണ്. അങ്ങനെ 2 സൈഡിലേക്കും കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യട്ടോ. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര മനസ്സിലാവില്ല. ഈ രീതിയിൽ ഇതാ കട്ട് ചെയ്തിട്ട് നമ്മൾ 2 സൈഡിലേക്കും ഇങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ ഒരു ബോക്സ് പോലെ ആയി കിട്ടും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് മാംഗോൻ്റെ ക്രീം ഫില്ല് ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കുക വേണ്ടത്. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. നമ്മൾ പുഡിങ് പോലെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. നമുക്ക് പിന്നെ ഷീറ്റ് വാങ്ങാൻ കിട്ടും. ഇത് വാങ്ങിയിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. കണ്ടോ, ഈ രീതിയിൽ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എന്താ കറക്റ്റ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഷീറ്റും ഇതേപോലെ ചെയ്തെടുക്കട്ടോ. എൻ്റെത് ഞാൻ ഷീറ്റ് കുറച്ച് മുമ്പ് എടുത്ത് വെച്ചത് കൊണ്ട് ഷീറ്റിൻ്റെ ഐസ് പോയിട്ട് കയ്യിലൊക്കെ ഒട്ടുന്നുണ്ടാവും. നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ 6 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ബോക്സ്. അപ്പോൾ ഇതാ നമ്മൾ ഷീറ്റ് വെച്ചിട്ട് പഫിൻ്റെ ഷീറ്റ് വെച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മൾ മാംഗോൻ്റെ ക്രീം. ഇനി നമ്മളിത് 15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 170-ൽ 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ ഇതിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കുക. ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം ആഡ് ചെയ്ത് അങ്ങനെയാണ് നമ്മളിത് കഴിക്കട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ക്രീം നിങ്ങൾക്ക് തണുപ്പിച്ച ക്രീം എടുക്കാം, അല്ലാതെ തണുക്കാതെയുള്ള എടുക്കട്ടോ. വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തത്. അത് നന്നായിട്ട് വിപ്പ് ചെയ്ത് കണ്ടൻസ് മിൽക്കുമായിട്ട് വിപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം എൻ്റെ മുകളിൽ വെച്ച് കൊടുത്താട്ടോ. അപ്പോൾ അതാ ഞാൻ ബേക്ക് ചെയ്തെടുക്കുകയാണ്. 15 മിനിറ്റാണ് ഞാൻ വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത് ബേക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ ക്രീം വെച്ചിട്ട് കഴിക്കുക വേണ്ടത്. ചൂടാറിയതിന് ശേഷം വേണമെങ്കിലും കഴിക്കുക, ചൂടോടെ വേണമെങ്കിലും കഴിക്കട്ടെ. പപ്സ് ചൂടോടെ വേണമെങ്കിലും കഴിക്കട്ടെ. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. അപ്പോൾ നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടിപൊളി സ്മെല്ലാവും കേട്ടോ മാംഗോൻ്റെ ക്രീം ഇങ്ങനെ ബേക്ക് ചെയ്ത് വരുമ്പോൾ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ വിപ്പിംഗ് ക്രീമും കുറച്ച് കണ്ടൻസ് മിൽക്കും വെനില എസൻസും വെച്ചിട്ട് ക്രീം ഉണ്ടാക്കി വെച്ചിരുന്നു. അതാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഞാൻ വെച്ച് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെനില ഐസ്ക്രീം വെച്ച് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കട്ടോ. ഞാൻ അപ്പോൾ കുറച്ച് മാംഗോൻ്റെ പീസ് കുറച്ച് വെച്ചിരുന്നു മുകളിൽ വെച്ച് കൊടുക്കാൻ. അതും ചെറിയ പീസാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ അങ്ങ് വെച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വിരുന്നുകാരൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ളതാണ്. നിങ്ങളിത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ആൾക്കാർ വരുമ്പോൾ ഈ ക്രീം മുകളിൽ നമ്മളെ വിപ്പിംഗ് ക്രീമിൻ്റെ ഇത് മുകളിൽ വെച്ചിട്ട് അങ്ങനെ കൊടുത്താൽ മതി. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോയത് കേട്ടോ. വീഡിയോസിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി വെച്ചാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നോളൂ കേട്ടോ. നല്ല റെസിപ്പി ആയിട്ട് വരാം ഇൻഷാ അള്ളാ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ എഴുതി അറിയിക്കട്ടോ.